അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്കാറുകളെ കുറിച്ചാണ്. അതായത് ഈയിടെയായിട്ട് കമൻറ്റ് ബോക്സിലായാലും കൺസൾട്ടേഷൻ ടൈമിലായാലും ഒരുപാട് പേര് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മുഖത്ത് ഈ മീശേൻ്റെ ഭാഗത്തൊക്കെ ഒരു ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കാർ വന്നിട്ടുണ്ട്. ആ സ്കാർ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്കാർ കളയാനുള്ള വഴികൾ എന്തൊക്കെയാണ്? അതേപോലെ നോർമലി നമ്മൾ സ്കാൽപ്പിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന ടൈമിൽ അവർക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായിട്ട് വന്നൊരു സ്കാറിൻ്റെ മേലെ നമുക്ക് ആ സ്കാറും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ മേലെ മുടി വെച്ചാൽ അതും കൂടെ കവറായി കിട്ടില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നൊരു കാര്യം. അപ്പം ഈ സ്കാറിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാക്സിമം എന്താ പറയുക, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്കാർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉറച്ചു പോയിട്ടൊരു ഇഷ്യൂ ആണ്. അതായത് നമ്മളിപ്പം നോർമൽ മണ്ണിൽ നമ്മൾ ചെടി കുഴിച്ചിടുന്നതും ഒരു പാറേൻ്റെ മേലെ ചെടി കുഴിച്ചിടുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ. അതായത് സ്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊതുവേ ബ്ലഡ് സപ്ലൈ എല്ലാം കുറവായിട്ട് ഒരു എന്താ പറയുക, ഒരു ഹാർഡായി പോയിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഗ്രാഫ്റ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് എത്രമാത്രം ഉണ്ട്, അത് അവിടെ പിടിക്കുമോ, അത് മുളയ്ക്കോ വളരുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അത് ഈ സ്കാറിൻ്റെ ഒരു തിക്നെസ്സും അതിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ എത്രത്തോളം ഉണ്ടെന്നുള്ളതും അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് സ്കാറുകൾ നമുക്ക് വേറെ പല രീതിയിൽ കൂടെ നമുക്കത് ക്ലിയർ ചെയ്ത് നമുക്കവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി വരുത്തിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്, നല്ല രീതിയിലുള്ള കവറേജ് കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ അത്തരത്തിലുള്ളൊരു സ്കാർ മുഖത്ത് എവിടെയെങ്കിലും ഒരു സ്കാറായിട്ട് അല്ലെങ്കിൽ സ്കാൽപ്പിലൊക്കെ ഒരു സ്കാറോ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡോക്ടറാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടർ പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. സ്കാർ റിവിഷൻ ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഈ സ്കാർ റിവിഷനും ഹെയർ ട്രാൻസ്പ്ലാന്റും എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ചെയ്യുന്നത്. കുറേ ആൾക്കാരുടെ ഒരു കൺസേൺ ഉണ്ട്, ഈ സ്കാർ ഉള്ള ഏരിയയിൽ മുടി വളരുമോ, അല്ലെങ്കിൽ മുടി വളരാൻ നമ്മൾ എന്താ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ പല കൺസേൺസും നമുക്ക് കിട്ടാറുണ്ട്. സോ അതിനുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. സ്കാറുകൾ തന്നെ നമ്മുടെ ബോഡിയിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒന്നെങ്കിൽ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രീവിയസ് ഹിസ്റ്ററി അങ്ങനെ വന്ന് സ്റ്റിച്ചസ് ഇടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ സ്കാർ വരികയും അത് സ്കിൻ സർഫസിൽ നിന്ന് കുറച്ച് മുകളിലേക്കായി നിൽക്കുകയും ചെയ്യും. ആ ഏരിയയിൽ ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും. അങ്ങനെ ബ്ലഡ് സപ്ലൈ കുറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റ് പിടിക്കില്ല. സോ അപ്പോൾ ഇതിനൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാറുള്ള ഏരിയകളിലെ നമുക്ക് നോൺ സർജിക്കലിയും സർജിക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്ത് ആ ഏരിയയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. എങ്ങനെ? നോൺ സർജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്കാറുള്ള ഏരിയയിലേക്ക് ഇൻട്രാലീഷണൽ ഇഞ്ചെക്ഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുകയും ആ ഇൻട്രാലീഷൻസ് ഇഞ്ചെക്ഷൻസ് ഈ സ്കാറിനകത്തുള്ള ടിഷ്യൂസിനെ റിലീസ് ചെയ്യുകയും അങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 2 വിസിറ്റെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്കാർ ടിഷ്യൂ നല്ലോണം റിലീസാകുകയും അങ്ങോട്ടേക്ക് രക്തയോട്ടം കൂടുകയും ചെയ്യും. ഈ രക്തയോട്ടം കൂടുന്ന സ്ഥലത്ത് നമ്മൾ ഗ്രാഫ്റ്റ് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് അക്സെപ്റ്റൻസ് വളരെ ഹൈ ആണ്. സോ ഇതാണ് നോൺ സർജിക്കൽ മാനേജ്മെൻറ്റ്. സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവണം, അവരുടെ മുഖത്തൊരു പാടുണ്ടാവുക അല്ലെങ്കിൽ തലയിൽ ഒരു പാടുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഒരു ആക്സിഡൻറ്റിൽ സ്റ്റിച്ച് ഇട്ടതായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് വീണതായിരിക്കാം, ഇങ്ങനെയുള്ള പല കൺസേൺസും പറയും. അപ്പോൾ ആ സ്കാറുകൾ ഇവർക്ക് ഭംഗിയെയും ക്വസ്റ്റ്യൻ ചെയ്യുകയും അവിടെ മുടി വളരാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെ മെയിൻ കൺസേൺ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് സർജിക്കലി ഇൻവോൾവ് ആയിട്ടാണ്. എങ്ങനെയാണ് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു പേടി അല്ല. ഇതൊരു നോർമൽ ബെഡ് സൈഡ് പ്രൊസീജിയറാണ് ഈ സർജറി. ഇത് ലോക്കൽ അനസ്തേഷ്യയിൽ തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിനകത്ത് നമ്മൾ ആ സ്കാറിനെ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ഈ സ്കാറിൻ്റെ അകത്ത് ടിഷ്യൂസ് നമ്മൾ റിലീസ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ചസ് ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കും. ആ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുകളിലേക്കായിരിക്കും നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു പേടി, സർജറി ആണോ, സ്റ്റിച്ചസ് ഉണ്ടോ? അതെ, ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കാർ റിമൂവ് ആകുന്ന സ്ഥലങ്ങളിൽ പേഷ്യൻസിന് കുറച്ചും കൂടി ഈസ്തെറ്റിക്കലി ഒരു പ്ലീസിങ് റിസൾട്ട് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്ത് തരാൻ പറ്റും.
അങ്ങനെ വഴി നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റും കൂടി ചെയ്യുമ്പോൾ നമുക്ക് മുടിയും വളരും. അപ്പോൾ ഒരു സ്കാർ ഉണ്ടായിരുന്ന ഒരു ഏരിയയെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി ഫെയ്ഡ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സ്കാർ റിവിഷൻ അലോങ് വിത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊസീജിയർ. ഇതാണ് ഈ സർജിക്കൽ ടെക്നിക്കിൻ്റെ മെയിൻ ഡെപ്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ഉള്ള ആൾക്കാർ അറ്റ് ദ ഏർലിയസ്റ്റ് ഹെയർ ഡെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയും ഒരു കൺസൾട്ടേഷൻ ചെയ്യുകയും വഴി കംപ്ലീറ്റ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലിംഗ് ഞങ്ങളുടെ ടീമിന് തരാൻ പറ്റും. താങ്ക് യു. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ അതൊക്കെയാണ് സ്കാർ എങ്ങനെ റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ സ്കാർ എങ്ങനെ ക്ലിയർ ചെയ്യാന്നുള്ള വഴികൾ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അത് കവറേജ് ചെയ്യാതെ ഒരു എസ്തെറ്റിക്കലി ഒരു പ്രശ്നമായിട്ട് തോന്നുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വിളിക്കാം, എൻക്വയറി ചെയ്യാം, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് നമ്മൾ ചെയ്ത പോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.